ശ്രീ ജയചന്ദ്രൻ, ശ്രീ പത്മനാഭൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി പറഞ്ഞ വാക്കുകളാണല്ലോ അങ്ങ് ഉദ്ധരിച്ചത്. പഴയ വാശിയിലും ഉശിരിലും NSS കേസ് നടത്തുമെന്നാണ് ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ NSS ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചത്. അവരുടെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് NSS സംഘടിപ്പിച്ച നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ഒട്ടേറെ പേർ ഇപ്പോഴും പോലീസ് സ്റ്റേഷനുകളിൽ, കോടതികളിൽ കയറിയിറങ്ങുന്ന സ്ഥിതിയുണ്ട്. അതിനൊരു മാറ്റം വരുമോ? ആ കേസുകളൊന്ന് പിൻവലിച്ചു കൊടുക്കുമോ? അല്ല, അത് അങ്ങനെ അഭിപ്രായം ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞ നീലിയും അത് ഏറ്റെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് അത് പറയാനുള്ള ആർജവമൊക്കെ ഉള്ള മനുഷ്യനാണ് G. സുകുമാരൻ നായർ. അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. അദ്ദേഹം ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പൊതുവായിട്ട് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ പേഴ്സണലി ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ അതേക്കാൾ കഴിച്ചു തൂങ്ങേണ്ട കാര്യവുമില്ല. അതവിടെ നിൽക്കട്ടെ. പിന്നെ എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ ഹരിയുണ്ട്. ഈ കാര്യങ്ങള് നന്നായി ഹോംവർക്ക് ചെയ്തിട്ടായിരുന്നു അദ്ദേഹം മുൻപൊക്കെ ഈ ചാനൽ ചർച്ചകൾ വന്നുകൊണ്ടിരുന്നത്. ഇന്ന് നോക്കൂ, ഇന്നിവിടെ വന്നിരിക്കുമ്പോൾ അദ്ദേഹം ബ്ലൈൻഡായിട്ട് പറയുകയാണ്, പിന്നെ സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിട്ടില്ല സ്ത്രീകളെ ശബരിമല പ്രവേശിപ്പിക്കാനെന്ന്. ഡോക്ടർ ഹരി, പിന്നെ സെപ്റ്റംബർ 28, 2018 വിധി വന്നു. ഒക്ടോബർ 5 കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര മുഖ്യമന്ത്രിമാർക്ക്, കേട്ടോ, പോണ്ടിച്ചേരി സുപ്രീം കോടതി വളരെ ചുരുക്കി പ്ലീസ്. ആകെ 3 മിനിറ്റ് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. 2 പേരിലേക്ക് കൂടി ഒന്ന് പോകണം. അപ്പോൾ ഈ NSSന്റെ കേസുകളൊന്ന് പിൻവലിച്ചുകൂടി? അത് മാത്രമാണ് ചോദിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ല, അത് NSS പറഞ്ഞോളും. അത് നിങ്ങൾ പറയണ്ടെന്നേ. ചേട്ടാ, എന്തിനാ NSSന്റെ കാര്യത്തിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും സപ്പോർട്ട് അവർക്ക് ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അല്ല, GV ഹരി അങ്ങനെയാണോ? GV ഹരി അങ്ങനെയാണോ? ഒന്ന് പറഞ്ഞ അല്ലല്ല, അദ്ദേഹം പറഞ്ഞത് വീണ്ടും ഒരു പ്രശ്നമുണ്ട്. അതായത് നിലിമ, അദ്ദേഹം പറഞ്ഞനുസരിച്ചാണെങ്കിൽ, അദ്ദേഹം പറയാൻ വന്നത് എനിക്ക് മനസ്സിലായി, എല്ലാ ചീഫ് സെക്രട്ടറിമാർക്കും കത്തുപോയി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. പക്ഷേ എൻ്റെ ചോദ്യം, ഇപ്പോഴും സുപ്രീം കോടതി ആ നിയമത്തെ അത് സസ്പെൻഡ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ആ നിലനിൽക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇപ്പം എന്താ കയറ്റാത്തത്? ഇപ്പം എന്തുകൊണ്ടാണ് സ്ത്രീകൾ കയറാത്തതെന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ പറഞ്ഞു, 2018 പറഞ്ഞത് ശരിയാണ്. റൂൾ 3B റദ്ദാക്കിയത് സുപ്രീം കോടതി. എന്തിനാണ് റൂൾ 3B റദ്ദാക്കിയത്? പിന്നെ ബഹുമാനപ്പെട്ട ശ്രീ പത്മനാഭൻ അഡ്വക്കേറ്റ് അല്ലേ? എന്തിനാണ് റൂൾ 3B റദ്ദാക്കിയത്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. എന്നോടാണോ? അതെ, എന്നോടാണോ? അതെ. അതായത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, റൂൾ 3B റദ്ദാക്കിയാൽ എന്താണ്? അവിടെ സ്ത്രീകൾക്ക്, യൗവനയുക്തയായ സ്ത്രീകൾക്ക് പ്രവേശിക്കാനുള്ള തടസ്സം നീക്കം ചെയ്തു. അതിൻ്റെ അർത്ഥം കേരള പോലീസിൻ്റെ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ 2 സ്ത്രീകളെ ഒരാഴ്ചയോളം സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് അവരെ പർദ്ദയിടിപ്പിച്ച് രാത്രിയുടെ മറവിൽ കയറ്റണം. അങ്ങനെയാണോ? അങ്ങനെയാണോ? അതിൻ്റെ അർത്ഥം അതാണോ? കേരള പോലീസിന്റെ പണിയതാ? കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ആവശ്യമില്ലാത്ത പണിയാ ചെയ്തത്. അതൊന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. വല്ലവരും വന്നാൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്തപ്പോ ശ്രീ ജയചന്ദ്രൻ, അങ്ങയുടെ അറിവിൽ വിശ്വാസികളായ ഏതെങ്കിലും യുവതികൾ ശബരിമലയിൽ ദർശനത്തിനെത്തിയിട്ടുണ്ടോ? ഒരു കുട്ടി പോലും വന്നിട്ടില്ല. ഒരു വിശ്വാസമില്ലാത്ത നക്സൽ ചിന്താഗതിക്കാർ, മാവോയിസ്റ്റ് ചിന്താഗതിക്കാരാ വന്നത്. മാവോയിസ്റ്റ് ചിന്താഗതിക്കാർ. അതായിക്കോട്ടെ, 3B റദ്ദാക്കിയ സുപ്രീം കോടതിയാണ് സാർ, ഞാനല്ല. ഏതായാലും ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകാൻ പോവുകയാണ്. ഇക്കാര്യത്തിൽ സർക്കാർ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് വളരെ ചിന്തിക്കേണ്ട ഒരു ഘട്ടം. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. നേരത്തെ ജിഹാദി വോട്ടുകൾ വളരെ കൃത്യമായി പോക്കറ്റിൽ വീഴും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഹൈന്ദവരെ ദ്രോഹിച്ചു. അത് വലിയ തിരിച്ചടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പിണറായിക്ക് നൽകി. അപ്പോൾ ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ്. ഹൈന്ദവ വോട്ടുകൾ ഒന്ന് LDFന്റെ പക്ഷത്തേക്ക് വരുമോ എന്ന് ഒരു ഉറ്റുനോക്കലാണ് ഉണ്ടാകുന്നത്. അതൊക്കെ എത്രത്തോളം പ്രായോഗികമാകും, സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.